വൈകാരിക ശക്തി, വൈകാരിക ജ്ഞാനം, ചിലരൊക്കെ ഭാവനാ ബുദ്ധി എന്ന് പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് അല്പസമയം നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. ജീവിത വിജയത്തിന് ഉന്നത ബിരുദങ്ങളോ വലിയ ഗ്രേഡുകളോ അതുപോലെ വാക്ചാതുര്യമോ സൗന്ദര്യമോ മാത്രം പോരാ. വൈകാരികമായ നമ്മുടെ തലങ്ങളെ റെഗുലേറ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവ്, മറ്റുള്ളവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള കഴിവ് വളരെ അത്യാവശ്യമാണെന്നുള്ള വിഷയം നമ്മുടെ കാലം നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. എന്താണ് ഈ വൈകാരിക പ്രബുദ്ധത, വൈകാരിക ജ്ഞാനം എന്ന് പറയുന്നത്? അതൊരു പ്രത്യേക ഇൻ്റലിജൻസ് ആണ്. എന്നാൽ ഡാനിയൽ ഗോൾമാൻ പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നേച്ചർ നിമിത്തം തുടർമാനമായ ഗൈഡൻസിലൂടെയും പരിശീലനത്തിലൂടെയും അഭ്യസനത്തിലൂടെയും ഒക്കെ ഇത്തരം ഇൻ്റലിജൻസ് വളർത്തിയെടുക്കുവാൻ കഴിയും. എന്താണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? സ്വന്തം വികാരങ്ങളെ, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ തിരിച്ചറിയുവാനും അതനുസരിച്ച് ബന്ധങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനുമുള്ള ഒരു കരുത്താണ്, ഒരു തിരിച്ചറിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോസ് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ, അമ്മ മൊബൈൽ ഫോൺ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ ഉപകരണങ്ങൾ തല്ലി തകർക്കുന്ന മക്കൾ, ജീവിതത്തിൽ അല്പം കടഭാരം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കൊന്ന് മരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ, വളരെ അഗ്രസീവായിട്ട് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല. വീട്ടിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഉടനെ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തികളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അറിവില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, അവരിൽ പരിമിതമായിട്ടുള്ളത് അവരുടെ വൈകാരിക കരുത്താണ്. ഇങ്ങനെയുള്ള ബുദ്ധി എങ്ങനെ മനുഷ്യന് വളർത്തിയെടുക്കാൻ കഴിയും? അതെങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ലീഡർഷിപ്പ് തലങ്ങളിൽ, നമ്മുടെ വർക്ക് പ്ലേസിൽ കൊണ്ടുവരുവാൻ കഴിയും എന്ന് അല്പനിമിഷങ്ങൾ നമുക്ക് ചിന്തിക്കാം. ടെക്നോളജി കമ്പനിയുടെ മാനേജർ ഈ അടുത്ത ഇടയ്ക്ക് പറയുകയുണ്ടായി, ഒരു സൂപ്പർബ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഉദ്യോഗാർത്ഥിയെ ജോലിക്ക് വേണ്ടി എൻറോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് മറ്റുള്ളവർ 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി ഈ വ്യക്തി 1 മണിക്കൂർ കൊണ്ട് ചെയ്യും. വളരെ നല്ലതാണല്ലേ? എന്നാൽ 1 മാസം കഴിയുന്നതിന് മുൻപേ ആ വ്യക്തിയെ ഫയർ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സോഷ്യൽ സ്കില്ലുകൾ വളരെ കുറവാണ്, മറ്റുള്ളവരുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു, റിലേഷണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു, സംസാരത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് പറഞ്ഞു വിടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ പുറമേയുള്ള കഴിവുകൾ മാത്രമല്ല, നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്, വൈകാരികമായ ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, കുടുംബജീവിതം, വർക്ക് പ്ലേസ്, സഭാജീവിതം, ആത്മീക ശുശ്രൂഷകൾ, ഇവയിലെല്ലായിടത്തും നമുക്കിത് വളരെ ആവശ്യമാണ്. നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ്. ലൂക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 52-ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. തച്ചനായിരുന്ന പിതാവിൻ്റെ കഷ്ടപ്പാടുകളുടെ ഇടയിൽ ഒരുപക്ഷെ താൻ തൻ്റെ ശൈശവം, ബാല്യമൊക്കെ കാര്യങ്ങൾ കണ്ടും കേട്ടും കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമായിരിക്കും വളർന്നിരിക്കേണ്ടത്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, ദാരിദ്ര്യങ്ങൾ, രോഗങ്ങൾ, ഇവയൊക്കെ മനുഷ്യൻ പലപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണെങ്കിലും ഇമോഷണൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഇതൊക്കെ ജീവിത വളർച്ചയുടെ നല്ല തലങ്ങളാണെന്ന് വേണം നാം ചിന്തിക്കാൻ. കാരണം അതിലൂടെ കടന്നു വന്നവർ ജീവിതത്തിൽ പലപ്പോഴും ഉന്നതമായ നിലകളിൽ വിജയം പ്രാപിക്കാറുണ്ട്. നാം പറയാറില്ലേ മലയാളത്തിൽ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന്. സുഖലോലുപതകൾക്ക് നമുക്ക് തരുവാൻ കഴിയാത്ത ഒരുപാട് പാഠങ്ങൾ തരുന്നത് രോഗാവസ്ഥയിലൂടെ, പ്രാരാബ്ധങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ശരിയായ നിലയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുവാനും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവത്തിൽ നിന്നാണ്. യേശുവിന് ബൗദ്ധികമായി മാത്രമുള്ള വളർച്ചയായിരുന്നില്ല, ആത്മീകമായി മാത്രമുള്ള വളർച്ചയായിരുന്നില്ല, റിലേഷണൽ സ്കില്ലുകൾ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള കൃപയിൽ എന്നാണ് പറയുന്നത്. ഫേവർ വിത്ത് മാൻ ആൻഡ് ഗോഡ്, അതാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ അതിൽ വളരുവാൻ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെ പ്രാപ്തമാക്കിയെങ്കിൽ മാത്രമേ ഒരു നല്ല ജനറേഷനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് കുറവുള്ള
വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെയും തിരിച്ചറിയുവാനുള്ള അവരുടെ കഴിവിൻ്റെ കുറവാണ് പ്രത്യേകമായിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു അനുഭവമുണ്ടോ? എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ചിന്തകൾ എങ്ങനെയാണ്, മറ്റൊരാൾ എന്നെക്കുറിച്ച് ഒരു ക്രിറ്റിസിസം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതൊന്ന് റീതിങ്ക് ചെയ്യുവാനുള്ള കഴിവ്. ഞാനൊരു കട്ടിയായ വാക്ക് പറയുമ്പോൾ സഹപ്രവർത്തകർക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഞാൻ ഒരാളെ അവഗണിക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വിജയപരാജയങ്ങൾ വരുമ്പോൾ ഞാനതിനെ നേരിടുന്നത്, അതിന് കഴിയാതിരിക്കുന്ന അല്ലെങ്കിൽ അതിന് അപക്വമായ നിലയിൽ മാത്രം അത് സാധിക്കുന്ന ഒരനുഭവമാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വളരെ ദരിദ്രമായ ആശയവിനിമയ രീതികളാണ്. നമുക്കറിയാം, ചില വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് കയറി സംസാരിക്കാറുണ്ട്. ചിലർ സംഭാഷണങ്ങളെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ ആരെയും സംസാരിക്കുവാൻ അനുവദിക്കാത്ത അവസ്ഥകൾ കാണാറുണ്ട്. സാഹചര്യം മനസ്സിലാക്കാതെ എടുത്തു ചാടി ഉത്തരങ്ങൾ പറയാറുണ്ട്, പ്രതികരിക്കാറുണ്ട്. ചിലരാകട്ടെ എന്താണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുവാൻ ആവശ്യപ്പെടാത്ത സാഹചര്യങ്ങളിൽ കയറി ഉത്തരം പറയാറുണ്ട്. ഇതൊക്കെ വളരെ ദരിദ്രമായ പ്രതികരണ രീതികളാണ്. ഇമോഷണൽ ഇൻ്റലിജൻസിൽ നമ്മൾ വളരും തോറും അതൊരു ദൈവിക പരിജ്ഞാനം കൂടിയാണ് കേട്ടോ. ആശയവിനിമയത്തിൽ നമുക്കൊരു വലിയ സന്തുലത, ഒരു വലിയ സംയമനം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായി, സമ്മർദ്ദം നൽകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന അനുഭവം. ചിലരുണ്ട്, വളരെ ചെറിയതായിട്ടൊരു കമന്റ് ഒരാൾ പറഞ്ഞാലും പെട്ടെന്ന് ന്യായീകരണങ്ങളുടെ ഒരു പെരുമഴ തന്നെ അവിടെ നിരത്തി വെക്കുകയാണ്. ആ സെൽഫ് ഡിഫെൻസ് അമിതമാകുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഇമോഷണൽ ഇൻ്റലിജൻസ് കുറവാണ്. വളരെ പരിജ്ഞാനമുള്ള വ്യക്തികൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവർ പെട്ടുപോകുമ്പോൾ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശാന്തമായി, ഒന്നുകിൽ അവർ തിരിച്ച് ഒന്നും തന്നെ പറയാതെ ഒരു പുഞ്ചിരിയോടെ അതിനെ നേരിടും, അല്ലെങ്കിൽ അവർ വളരെ ശാന്തമായി അത് കേട്ടതിന് ശേഷം തന്മയത്വത്തോടുകൂടി അല്ലെങ്കിൽ വളരെ തമാശ നിറഞ്ഞ ഒരു രീതിയിൽ അവഗണിക്കാതെ തന്നെ ആ കാര്യങ്ങളെ നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എത്ര മനോഹരമാണ് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ. അത് കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, അതൊരു ഉന്നത വ്യക്തിത്വമാണല്ലോ എന്ന്. അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമ്മർദ്ദം നൽകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുക, പൊട്ടിക്കരയുക, മറ്റുള്ളവരെയൊക്കെ അടിച്ചു താഴ്ത്തുക, സ്വയം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ആ സാഹചര്യത്തിൽ നമുക്ക് ഇടിച്ചു കയറാമെന്ന് ചിന്തിക്കുക, ഇതൊന്നും വാസ്തവത്തിൽ ശക്തികളല്ല കേട്ടോ, ഇതൊക്കെ ബലഹീനതകൾ തന്നെയാണ്. അത് തിരിച്ചറിയുവാനാണ് ഇന്ന് നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മൾ ഒരുക്കേണ്ടത്. തുടർമാനമായി തങ്ങളുടെ ജീവിത പരാജയങ്ങളുടെ മേൽ അല്ലെങ്കിൽ ബലഹീനതകളുടെ മേൽ മറ്റുള്ളവരെ പഴിചാരുന്നതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ബ്ലെയിമിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം, ഏത് വിഷയം വന്നാലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് ആ ഏദൻ തോട്ടം മുതൽ മനുഷ്യകുലത്തിൻ്റെ ഒരു സ്വന്തമായ ഒരു സ്വഭാവമായി വന്നിരിക്കുന്നതാണ്. നീ എന്നോട് കൂടെ ഇരിക്കുവാൻ തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന് ആദാം എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് മുതൽ നാം ഈ ബ്ലെയിം ഗെയിം തുടങ്ങിയതാണ്. ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ മറ്റൊരാളെ പഴിചാരുന്നതിൽ എന്ത് ഇൻ്റലിജൻസ് ആണുള്ളത്, എന്ത് പ്രാപ്തിയാണുള്ളത്? പലപ്പോഴും ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ആയിരിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു ധൈര്യം, ഒരു കറേജ് വളരെ ആവശ്യമാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അത് മാനേജ് ചെയ്യുവാനും മറ്റുള്ളവരെ പഴിചാരാതെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഉള്ള പ്രാപ്തിയും ഈ വൈകാരിക ബുദ്ധിയിൽ, വിവേകത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ കയ്യിലുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ ഞാൻ മറ്റൊരാളെ പഴിചാരുക, ഞാൻ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ ഞാൻ മറ്റെന്തിനെങ്കിലും പഴിചാരുക, എൻ്റെ കുടുംബജീവിതം പരാജയപ്പെട്ടാൽ ഞാൻ മറ്റൊരാളെ പഴിചാരുക, ഇങ്ങനെയൊക്കെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം മറ്റുള്ളവരുടെ മേൽ പഴിചാരുക എന്ന് പറയുന്നത് ഒരു ബൗദ്ധികമായ ഔന്നത്യത്തിൻ്റെ ലക്ഷണമല്ല. ബന്ധങ്ങളുടെ തുടർമാനമായ സ്വാരസ്യങ്ങളാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് കുറവുള്ള വ്യക്തികളിൽ കാണുന്ന മറ്റൊരു ലക്ഷണം. നമ്മിൽ പലരും മറ്റുള്ള വ്യക്തികളെ പലപ്പോഴും അകറ്റി നിർത്താറുണ്ട്, വളരെ ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറാറുണ്ട്. പലപ്പോഴും ബന്ധങ്ങളിൽ കണ്ണുനീരോടെ തകർച്ചയുടെ മധ്യത്തിൽ വരുന്ന പല വ്യക്തികളും പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുന്നു, ഒരു കാരണവുമില്ലാതെ തള്ളിക്കളയുന്നു.
എൻ്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് സംസാരിക്കുന്നില്ല. ഇൻസെൻസിറ്റിവിറ്റി, മറ്റുള്ളവരെ കരുതുവാനുള്ള പ്രാപ്തി കുറഞ്ഞു പോകുന്ന അനുഭവം. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ചിന്തിക്കാം, എൻ്റെ വൈകാരിക കരുത്തിന് എവിടെയാണ് അഭാവം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്കുള്ള മറ്റെല്ലാ കഴിവുകൾക്കായും നന്ദി, എന്നാൽ എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, അതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ എനിക്ക് അങ്ങയുടെ പ്രാപ്തി തരണമേ. ആ തിരിച്ചറിവുകൾ, ആ റെഗുലേഷൻസ് ചെയ്യുവാൻ അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.